ഞാൻ ഏകദേശം ഈ വണ്ടി എടുത്തിട്ട് കുറച്ച് കൊല്ലമായിട്ടുണ്ട്. 2005 വണ്ടിയാണ് ഞാൻ എടുക്കുന്നത്. 2014 അതിനുശേഷം ഇപ്പോൾ തന്നെ 2 റീടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനുശേഷം പല വണ്ടികളും ഞാൻ ഇങ്ങനെ വാങ്ങി വിറ്റു അങ്ങനെ പോയിട്ടുമുണ്ട്. പക്ഷേ എനിക്ക് അന്ന് മുതലേ വാങ്ങിയതിന് ശേഷം ഇന്ന് വരെയും വിൽക്കാൻ തോന്നാത്ത ഒരു വണ്ടി ഈ പറയുന്ന സ്പ്ലെൻഡർ തന്നെയാണ്. കാരണം ഇതിൻ്റെ ഒരു മൈലേജ്, പെർഫോമൻസ്, ഇതിൻ്റെ ലുക്ക്, ഇതെല്ലാം മെയിനായിട്ട് ഞാൻ നോക്കുന്നുണ്ട്. എനിക്ക് ഇപ്പോൾ നിലവിലിപ്പോൾ വണ്ടി ചെറിയതായിട്ടൊരു എൻജിൻ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. ഞാൻ അതിപ്പോൾ ഇതുവരെ റിപ്പയർ ചെയ്തിട്ടില്ല. എന്നിരുന്നാൽ പോലും എനിക്ക് ഏകദേശം ഒരു 70ൻ്റെ അടുത്ത് മൈലേജ് കിട്ടുന്നുണ്ട്. അതും ഇന്നിപ്പം ഏകദേശം 109, 108 രൂപ പെട്രോളിൻ്റെ കോസ്റ്റ് വരുന്ന സമയത്തിന് ഒരു 70ഒക്കെ കിട്ടുന്നെന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിൽ കൂടുതൽ ഇനി എന്ത് വേണം? ഇതിനോട് ചിലപ്പോൾ പിടിക്കാൻ, ചിലപ്പോൾ സ്പ്ലെൻഡറിൻ്റെ കൂടെ പിടിക്കാനായിട്ട് ചിലപ്പോൾ ഡിസ്കവറിനൊക്കെ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ പ്ലാറ്റിനയ്ക്കൊക്കെ പറ്റുമായിരിക്കും. പക്ഷേ എന്തോ അന്നുതൊട്ട് ഇന്ന് വരെ എൻ്റെ കണ്ണിൽ മൈലേജിൻ്റെ കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു സ്പ്ലെൻഡർ തന്നെയാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന കാശ് വെറുതെ എന്തെങ്കിലുമൊക്കെ പണിയായിട്ട് പോകുന്നില്ല, കംപ്ലയിൻറ്റ് വരുന്നില്ല. അത്യാവശ്യം വല്ല ചേഞ്ച് എന്തെങ്കിലും മെയിൻ്റനൻസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കിലോമീറ്റർ കൂടുമ്പോൾ കിട്ടുന്ന ആ ഒരു ഓയിൽ ചേഞ്ച്, അല്ലാന്നുണ്ടെങ്കിൽ ഈ പ്ലഗ് മാറുക, അതുപോലത്തെ ചെറിയ കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. വലിയ കയ്യിലിരിക്കുന്ന പൈസ മൊത്തത്തിൽ സർവീസ് സെൻ്ററുകാർ കൊണ്ട് പോകുന്ന രീതിക്കുള്ള ഒരു കംപ്ലയിൻറ്റും വരുന്നില്ല. പെട്രോൾ അടിക്കുക, ഓടുക, അത്ര മാത്രമേ എനിക്ക് ഈ വണ്ടിയിൽ തോന്നിയിട്ടുള്ളൂ. അത് ഇനിയും അങ്ങോട്ടും ഈ വണ്ടി ഇറക്കുന്ന എല്ലാ കാര്യങ്ങളിലും അങ്ങനെ ആയിരിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ഇപ്പോൾ ഒരുപാട് ഈ സെയിം സ്പ്ലെൻഡറിന് തന്നെ പല വേരിയൻ്റ് ഇറങ്ങുന്നുണ്ട്. എല്ലാത്തിലും ഈ ഒരു പെർഫോമൻസ് കാണുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഈ വണ്ടി വിറ്റിട്ട് ഇനി വേറൊരു വണ്ടി എടുക്കാനുള്ള ഒരു ഐഡിയ ഇപ്പോൾ എന്തായാലും ഇല്ല.